സംസ്ഥാനത്ത് അവയവ കൈമാറ്റത്തിൽ ED റെയ്ഡ്, അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. സ്വകാര്യ ആശുപത്രികളടക്കം 5 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി ED. വിഷ്ണുപ്രകാശിന്റെ വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ വലിയൊരു മാഫിയ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പലപ്പോഴും പല വാർത്തകളും വിവരങ്ങളും നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. വിഷ്ണുപ്രകാശ്, ഈ 5 ഇടങ്ങളിൽ ഇപ്പോൾ ED ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തിയിരിക്കുകയാണല്ലോ, എന്താണ് വിശദ വിവരങ്ങൾ? മോദി നേരത്തെ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ച് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നജീബ് എന്ന ഒരു ആളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് നടക്കുന്നത്. പ്രധാനമായും 5 ആശുപത്രികളാണ്, സ്വകാര്യ ആശുപത്രികളാണ് ഈ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നജീബുമായി ബന്ധപ്പെട്ട് നജീബിന്റെ സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ വിവിധ ആശുപത്രികളിൽ നിന്ന് ഈ ആളുകളെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവയവമാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതിന്റെ കമ്മീഷനായിട്ടുള്ള ഒരു തുക നജീബിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് ED ഈ കേസിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ഇപ്പോൾ 5 ഇടങ്ങളിലായിട്ട് 4 ജില്ലകളിലായി 5 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ED പരിശോധനകൾ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്ത് തരത്തിലാണ് ഈ പൈസ വന്നിരിക്കുന്നത്, എത്ര രൂപയൊക്കെ ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ED ഇപ്പോൾ നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് അതിലൊരു പരിശോധന നടത്തുകയാണ്. കൂടുതൽ ED പരിശോധനകൾക്ക് ശേഷം മാത്രമാകും ഇതിലൊരു വിവരം ലഭിക്കുക. പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം പ്രധാനമായും ഈ ആശുപത്രികൾ അതായത് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണമൊക്കെ സജീവമാകുന്നത്. ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള പൈസ നൽകിക്കൊണ്ട് അവയവങ്ങൾ വിൽക്കാൻ വേണ്ട, അത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് അത്തരം കേസുകളുമായി മുന്നോട്ട് പോയതില്ലെങ്കിൽ അത്തരം ഒരു ഇടപാടിലേക്ക് ആളുകളെ പെടുത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമൊക്കെ നടക്കുകയും നജീബും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നീട് പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഘട്ടത്തിൽ നജീബിന്റെ ബാങ്ക് രേഖകളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അടക്കമുള്ളവർ പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിൽ വിവിധമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തുക നജീബിന് സ്ഥിരമായി എല്ലാ മാസവും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് ഈ ആശുപത്രിയും ഇതിന്റെ ഡീലറായിട്ടുള്ള അല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ടുള്ള നജീബും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു തുക അത് കമ്മീഷനായിട്ടാണ് നജീബിന് കിട്ടിക്കൊണ്ടിരുന്നത് എന്നും പിന്നീട് പോലീസ് അന്വേഷണത്തിലൊക്കെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആശുപത്രികൾക്കും ഇതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇത്തരം ഒരു അവയവ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ അവയവമാറ്റം ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതിന്റെ പിന്നിൽ ഈ ആശുപത്രികൾക്ക് ഉൾപ്പെടെ അതിൻ്റെ ഒരു പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ അതിൽ ഒരു കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ED ഈ കേസിലേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് 4 ജില്ലകളിലായി 5 സ്വകാര്യ ആശുപത്രികളിൽ പരിശോധന നടക്കുന്നത്. ഈ സ്വകാര്യ ആശുപത്രികൾക്ക് പുറമെ നജീബുമായി ബന്ധപ്പെട്ട മറ്റുള്ള സ്ഥലങ്ങളിലും ED പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി വരും മണിക്കൂറിൽ മാത്രമാകും ഒരു വ്യക്തത വരികയുള്ളൂ. ശരി, വിഷ്ണുപ്രകാശാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് അവയവ കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ED റെയ്ഡ് നടക്കുകയാണ്. 4 ജില്ലകളിലായി 5 സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു പങ്കുവച്ചത്.